നമസ്കാരം. കേരളം മുമ്പെങ്ങുമില്ലാത്ത വിധം അതീവ ഗുരുതരമായ ഒരു ഭരണ പ്രതിസന്ധിയിലൂടെയും സുരക്ഷാ ഭീഷണിയിലൂടെയുമാണ് കടന്നു പോകുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ആരോപിക്കുകയാണ്. ജനങ്ങളെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ച ഒരു സർക്കാർ ജനങ്ങളുടെയും സർക്കാർ ജീവനക്കാരുടെയും അതീവ രഹസ്യമായ വ്യക്തിവിവരങ്ങൾ വിറ്റുതുലച്ച് അധികാരം നിലനിർത്താനായിട്ട് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അഴിമതിയും കൈക്കൂലിയും മുഖമുദ്രയാക്കിയ ഈ ഒരു ഭരണകൂടം വിശ്വാസികളെയും ശബരിമലയെ പോലെയുള്ള പുണ്യകേന്ദ്രങ്ങളെപ്പോലും രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഉപയോഗിച്ചുവെന്നും ഈ കൊള്ളയുടെ വ്യാപ്തി വിവരിക്കാൻ വാക്കുകളില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഭരണകൂടത്തിൻ്റെ ഈ ജനദ്രോഹ നടപടികൾക്കെതിരെ പോരാടാനായിട്ട് ജനങ്ങൾക്ക് മുന്നിലുള്ള ഏക വഴി ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഓഫീസാണ് ഈ ഡാറ്റ കച്ചവടത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് ചെന്നിത്തല തെളിവുകൾ സഹിതം വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് തുടങ്ങിയ വിവാദങ്ങളിൽ പ്രതിക്കൂട്ടിലായ അതേ ഓഫീസ് തന്നെയാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ ചോർത്താനായിട്ട് നീക്കം നടത്തുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് വിവരങ്ങളും കൈകാര്യം ചെയ്യുന്ന സ്പാർക്ക് സംവിധാനത്തിൽ നിന്ന് വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്തയച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഒരു ചെറിയ തീരുമാനം എടുക്കില്ല എന്നിരിക്കെ ഇത്രയും വലിയൊരു നീക്കം മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ അറിവോടും സമൂഹത്തോടും കൂടിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഡാറ്റ ചോർച്ചയുടെ പിന്നിലെ ബുദ്ധികേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള സാംബശിവറാവു ആണെന്നും രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരെ ഉപയോഗിച്ചാണ് ഈ വിവരശേഖരണം നടക്കുന്നത്. എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ പേര്, ഫോൺ നമ്പർ, ഔദ്യോഗിക പദവി തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് സ്മാർട്ട് വഴി എക്സൽ ഷീറ്റുകളാക്കി മാറ്റാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിവരങ്ങൾ പിന്നീട് PRD സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൈമാറാനായിരുന്നു രഹസ്യ നീക്കം. ഉദ്യോഗസ്ഥരുടെ സമ്മതമില്ലാതെ അവരുടെ സ്വകാര്യ വിവരങ്ങൾ ഇത്തരത്തിൽ ശേഖരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഈ ഡാറ്റ ശേഖരണം നടക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും സമാനമായ രീതിയിൽ വിവരങ്ങൾ ചോർത്താൻ ശ്രമം നടന്നപ്പോൾ താനത് പുറത്തു കൊണ്ടുവന്നിരുന്നതായി ചെന്നിത്തല അനുസ്മരിച്ചു. വ്യക്തിവിവരങ്ങൾ ചോർത്തുന്നത് വലിയ കുറ്റമാണെന്ന സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓരോ പൗരൻ്റെയും സ്വകാര്യത മൗലിക അവകാശമാണെന്ന് കോടതികൾ ആവർത്തിക്കുമ്പോഴും അത് കാറ്റിൽ പറത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇത്തരം നിയമലംഘനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിലാണ് ഇത്തരത്തിൽ വിവാദമായ കത്തുകൾ അയക്കപ്പെട്ടത്. ഫെബ്രുവരി 12-നകം വിവരങ്ങൾ കൈമാറണമെന്നായിരുന്നു കർശന നിർദ്ദേശം. 2026 ഫെബ്രുവരി മാസത്തിന് മുൻപ് എല്ലാ ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ രൂപത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. വ്യക്തിപരമായ വിവരങ്ങൾ മാത്രമാണ് ശേഖരിക്കുന്നതെന്ന് കത്തിൽ വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യം രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ്. മുഖ്യമന്ത്രി അറിയാതെ ഇത്തരമൊരു കത്ത് പുറത്തു പോകില്ലെന്ന് 100% ഉറപ്പിച്ചു പറഞ്ഞ ചെന്നിത്തല ഹൈക്കോടതിയിൽ ഈ വിവരങ്ങൾ മറച്ചുവെച്ച സർക്കാർ സത്യവാങ്മൂലം നൽകുമോ എന്നും ചോദിക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഡാറ്റ ചോർത്തൽ നീക്കത്തിനെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾക്ക് ഈ ഭരണത്തിന് കീഴിൽ എന്ത് സുരക്ഷയാണ് ഉള്ളതെന്ന് കോടതി ചോദിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കുന്നത് തുടരുതെന്ന കോടതിയുടെ നിരീക്ഷണം അത് സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണ്. കോടതി പോലും തിരിച്ചറിഞ്ഞ ഈ ഡാറ്റ കച്ചവടം കൂടുതൽ തെളിവുകളോടെ പുറത്തു വന്നതോടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും നാടിനെ വിൽക്കാൻ തുനിഞ്ഞവർക്ക് ജനങ്ങൾ തക്കതായ മറുപടി തെരഞ്ഞെടുപ്പിൽ നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു.